ശ്രീ കെ സോമൻ, ഇ ഡിയുടെ ചെയ്തികൾ നേരത്തെ തന്നെ പല വിധത്തിലുമുള്ള ആരോപണങ്ങളായി ഉയർന്നതാണ്. വസ്തുതകൾ നിരത്തിയുള്ള ആരോപണങ്ങൾ ഉയർത്തിയതാണ്. പക്ഷേ അതിലെയൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ വശങ്ങൾ മാറി കൂടുതൽ നഗ്നമാവുകയായിരുന്നു ഇ ഡി എന്ന സംവിധാനം. ആ സംവിധാനത്തെ ടൂളായി ഉപയോഗിക്കുന്ന BJPയുടെ മോദി സർക്കാരിൻ്റെ ചെയ്തികൾ. ഇന്നിപ്പോൾ പോലീസിൻ്റെ കൂടുതൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു വേളയിൽ അതിൽ കണ്ട വസ്തുതകൾ കൂടി വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയെയും. ഇ ഡിയെ ഉപയോഗിച്ച് പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് CBI കൂട്ടിലിട്ട തത്തയാണെങ്കിൽ അതിലും എത്രയോ അപ്പുറത്തേക്ക് ഇ ഡി പോയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഇവിടെ തെളിയുന്നത്. കള്ളപ്പണം നിങ്ങൾ കടത്തിയാൽ അത് രാജ്യദ്രോഹമല്ലേ? അജിംഷാദെ, ഇന്നലെ തുടങ്ങിയതാണ് ഈ വിഷയത്തിന്റെ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും. 2021 മുതൽ തുടങ്ങിയതാണ്. 2021 ശേഷം വെള്ളം ഒത്തിരി ഒഴുകി പോയല്ലോ. ഇവിടെ പക്ഷെ കരടുകൾ ഇപ്പോഴും ബാക്കിയാണ്. അതേന്നെ, മിനിങ്ങാന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പുതിയ ഒരാൾ വന്നു കേരളത്തിൽ. അദ്ദേഹം പദവി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണവും പ്രസംഗവും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ യുവത ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ ആദ്യ പ്രസംഗത്തിന്റെയും പ്രതികരണവും ഒരു പ്രതീക്ഷയോട് കാണുന്ന ഒരു BJP അനുകൂല അന്തരീക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലം. മുന്നണികൾ മാറി മാറി ഭരിച്ച് കേരളത്തെ ഈ പ്രകാരമാക്കിയിരിക്കുന്നു. ചെറുപ്പക്കാർ നാടുവിട്ടു പോകുന്ന കേരളം, വൃദ്ധജനങ്ങൾ മാത്രം വീടുകളിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം, യുവതയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട കേരളത്തിന് ഒരു പ്രതീക്ഷയായി ആ രംഗത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വിജയിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷ പദം ഏറ്റെടുത്തപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു വിശ്വാസ്യതയും പ്രതീക്ഷയും കൈവന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ ഒരു സമീപനം സ്വീകരിക്കുകയാണ് എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ആദ്യ പ്രസംഗത്തിൽ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ബഹുമാനനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തിയ ഒരു വേളയിലാണ്. ശ്രീ കെ സോമൻ, നമ്മൾ BJP കോർ കമ്മിറ്റി യോഗത്തിലല്ല ഇരിക്കുന്നത്, ഒരു പൊതു ചർച്ചയാണ്. അതിലെ വിഷയം കള്ളപ്പണമാണ്. കെ സുരേന്ദ്രൻ കടത്തിയ കള്ളപ്പണവും അതിനെ ഇ ഡി വെളുപ്പിക്കാൻ ശ്രമിച്ചതും തെളിവുകൾ കേരള പോലീസ് നൽകിയിട്ടും അതൊക്കെ തൃണവൽക്കരിച്ചതുമായ വിഷയത്തിലെ നൈതികത ചോർന്ന രാഷ്ട്രീയമാണ് ഇവിടെ, നിയമപരമായ വശം കൂടിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. താങ്കൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ബഹുമാനനായ അജിംഷാദ് CPMന്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഇൻട്രോയിൽ കാര്യങ്ങൾ പറഞ്ഞത്. കെ സുരേന്ദ്രൻ പണം കടത്തി എവിടെയാണ് രാഷ്ട്രീയമായ വസ്തുതയില്ലാത്ത ഒരു ആരോപണം തെളിഞ്ഞത്? താങ്കൾ പറയൂ. ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന്, നിരന്തരമായ ആവശ്യത്തെ തുടർന്ന്, നിർദ്ദേശത്തെ തുടർന്ന് ഇ ഡി പേരിന് വേണ്ടി സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ കേരള പോലീസ് കണ്ടെത്തിയ ഒരു വസ്തുതകളും പ്രതിഫലിക്കാതെ പോയതെന്തേ? തിരൂർ സതീശൻ എന്ന നിങ്ങളുടെ തന്നെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞ വിഷയത്തിൽ അയാളുടെ ഒരു മൊഴി പോലും എടുക്കാൻ തയ്യാറാകാത്തത് എന്തേ? എന്താണ് ഈ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട കവർച്ചാ കേസ് മാത്രം പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ വരുന്ന വിഷയത്തിൽ ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്? അതിന് പോലീസുണ്ടല്ലോ. ഇത് കള്ളപ്പണത്തിൻ്റെ ഇടപാടും അതിൻ്റെ സ്രോതസ്സും കണ്ടുപിടിക്കാൻ അന്തർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വസ്തുതകളാണ് മുമ്പോട്ട് വെച്ചത്. അതേ സംബന്ധിച്ച് എന്തേ ഈ കേന്ദ്ര ഏജൻസി ഒരു വാക്ക് അവരുടെ കുറ്റപത്രത്തിൽ രൂപപ്പെടുത്താഞ്ഞത്? ധർമ്മരാജൻ കള്ളപ്പണം പിടിച്ചതിന് ശേഷം സുരേന്ദ്രനെയും ഗണേഷിനെയും വിളിച്ചത് എന്തേ ഇ ഡിയുടെ വിഷയത്തിൽ പ്രതിഫലിക്കാത്തത്? ഇപ്പോൾ IT വകുപ്പാണ് അന്വേഷിക്കേണ്ടതത്രേ. ഇതാണ് ഇ ഡിയുടെ വിചിത്രവാദങ്ങൾ. ഇതൊക്കെ വസ്തുതാപരമായ വസ്തുക്കളായി നിലനിൽക്കെ എങ്ങനെയാണ് താങ്കൾക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടേത് എന്ന് പറഞ്ഞ് ഇതിലെ രാഷ്ട്രീയം പറഞ്ഞ് തള്ളിക്കളയാനാകുന്നത്? ഇത് ജനങ്ങൾ കാണുന്നതല്ലേ ശ്രീ കെ സോമൻ?
അജിംഷാദിന്റെ ചോദ്യങ്ങൾ അവസാനിച്ചെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ ഒരു അല്പസമയം തരണം. അങ്ങ് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും എന്നോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അങ്ങിൽ നിന്ന് നിശബ്ദമായ ഒരു സമീപനം ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല അജിംഷാദെ. അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 4/1 സമയം എനിക്ക് ഉത്തരം പറയാൻ നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കോടകരയിൽ പണം കവർന്നത് സതീശന്റെ പണം. ആരുടെ പണം? ധർമ്മരാജന്റെ പണം പോയി. ധർമ്മരാജൻ പരാതിക്കാരനാണ്. ധർമ്മരാജന്റെ പണം പോയെങ്കിൽ ധർമ്മരാജൻ പരാതിക്കാരനായി വന്നിട്ടുണ്ട്. ആ പരാതിക്കാരനും BJPയുമായി നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച ഒരു വിഷയമാണല്ലോ ഇത്. പിന്നീടാണല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ അജിംഷാദ് ചർച്ചയിൽ പറയുമോ? ആരാണ് അവര്? അവര് വിശുദ്ധന്മാരാണോ? CPMന്റെ ഫ്രാക്ഷനിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, CPMന്റെ തിരക്കഥയനുസരിച്ച് വിവരങ്ങൾ തയ്യാറാക്കി റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ, അവരന്വേഷിച്ചതനുസരിച്ച് ഈ കാര്യങ്ങൾ കോടതിയിൽ കൊടുത്തു എന്നാണല്ലോ അങ്ങേ പറയുന്നത്. അങ്ങ് അതാണല്ലോ പറയുന്നത്. രാജു എന്ന ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ ഒരു എലമെന്റ് പോലും അതിലില്ല ശ്രീ കെ സോമൻ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം. താങ്കൾ ആ പോയിന്റുകൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞാൽ നമുക്ക് ചർച്ച തുടരാൻ മറ്റതിഥികളിലേക്ക് പോകാം. ഒന്ന്, എന്തിനാണ് ധർമ്മരാജൻ കെ സുരേന്ദ്രനെയും ഗണേഷിനെയും ഈ കൊടകരയിൽ കവർച്ചാ കേസ് കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടത്? എന്തിനാണ്? പറയൂ. അതെന്തേ ഇഡിയുടെ കുറ്റപത്രത്തിൽ പ്രതിഫലിക്കാത്തത്? അജിംഷാദെ, ചോദ്യം 1, കെ സുരേന്ദ്രനെ എന്തിന് ധർമ്മരാജൻ വിളിച്ചു? ധർമ്മരാജൻ വിളിച്ച നിരവധി ആളുകളിൽ ഒരാൾ കെ സുരേന്ദ്രനാണ്. ധർമ്മരാജൻ വിളിച്ചതിൽ കേരള പോലീസിലെ IPS ഓഫീസർമാരുണ്ട്, പോലീസിലെ DYSP തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ വിളിച്ച നിരവധി പേരിൽ കെ സുരേന്ദ്രനെയും BJP നേതാവിനെയും വിളിച്ച കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ബാക്കിയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, രാഷ്ട്രീയ ആരോപണമല്ലല്ലോ. പിണറായി വിജയന്റെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ട വേളയിൽ വിളിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രനെയും ഗണേഷിനെയും വിളിച്ചത് എന്തിന്? ഞങ്ങൾ ഇത് പലതവണ പറഞ്ഞതാണല്ലോ അജിംഷാദെ. കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രചരണ സാമഗ്രികളുടെ വിതരണക്കാരൻ ശ്രീമാൻ ധർമ്മരാജനായിരുന്നു. ആ ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ സ്വാഭാവികമായും അടുപ്പമുള്ള ആളുകളെ വിളിക്കും, സഹായം തേടി വിളിച്ചിട്ടുണ്ടാവും. അതിൽ കേരള പോലീസിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കെ സുരേന്ദ്രൻ എന്തിനാണ്, ഒരു അധികാരം പോലും ഇല്ലാത്ത കെ സുരേന്ദ്രനെ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് അധികാരമില്ലാത്ത ധർമ്മരാജൻ BJPയുടെ ആളാണ് എന്ന് നിങ്ങൾ പറയുന്ന ധർമ്മരാജൻ എന്തിനാണ് കേരള പോലീസിലെ IPS ഓഫീസർമാരെ, DYSPമാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് അജിംഷാദെ വിളിച്ചത്? ശ്രീ കെ സോമൻ, കെ സുരേന്ദ്രനെയും ഗണേഷിനെയും വിളിച്ച കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, താങ്കൾ അതിന് ഉത്തരം പറയുന്നില്ല. താങ്കൾ എന്താണ് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പോലും പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. 2, ഇവിടെ ED കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച് നൽകുന്നത് ഈ ട്രാവൻകൂർ പാലസ് എന്ന വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ധർമ്മരാജനെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഈ തുഷാർ വെള്ളാപ്പള്ളിയുമായി ഏതെങ്കിലും രീതിയിലൊരു ബിസിനസ് ടോക്ക് ധർമ്മരാജൻ നടത്തിയതായി ഏതെങ്കിലും തെളിവ് EDക്ക് ഹാജരാക്കാനായിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ കെ സോമൻ? ഇല്ല. 2, 3.56 കോടി രൂപയാണ് ധർമ്മരാജൻ കടത്തിക്കൊണ്ടുവന്നത്. അത് ഈ ഹോട്ടൽ വാങ്ങാനാണെന്ന് പറയുന്നു. ഡിമോണിറ്റൈസേഷന് ശേഷം നിങ്ങൾ തന്നെ നിർമ്മിച്ച നിയമപ്രകാരം ഇത്രയധികം തുക എങ്ങനെയാണ് ഒരാൾക്ക് കൈവശം വെച്ച് കൊണ്ടുപോകാനാകുന്നത്? ബാങ്ക് വഴി അക്കൗണ്ട് നടത്താത്തത് എന്ത്? കള്ളപ്പണത്തിൻ്റെ എലമെന്റ് നമ്പർ 2 പറയൂ ശ്രീ സോമൻ. 2 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ ഇനി അല്പസമയം തരൂ. ഈ കാര്യം EDയുടെ മുമ്പാകെ മൊഴിയായി പറഞ്ഞത് BJPയുടെ ആരെങ്കിലും പ്രവർത്തകന്മാരല്ല, ധർമ്മരാജന്റെ മൊഴിയാണ് ED രേഖപ്പെടുത്തി കോടതിക്ക് കൊടുത്തിട്ടുള്ളത്. 1.
രണ്ട്, ഓഹോ, നിങ്ങൾ പ്രതിയായ ആൾ, കുറ്റവാളിയായ ആൾ പറയുന്നത് അതുപോലെ വെള്ളം വഴി വിഴുങ്ങി അങ്ങനെ ഛർദ്ദിക്കാനാണോ ഇഡിക്ക് നികുതി പണം ഈ രാജ്യം നൽകുന്നത്? ശ്രീ കെ സോമൻ, CPM-ന്റെ തിരൂർ സതീശൻ ആരാണ് കെ സോമൻ? തിരൂർ സതീശൻ ആരാണ് കെ സോമൻ? തിരൂർ സതീശൻ കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് പണം BJP ഓഫീസ് വഴി കേരളത്തിലാകമാനം പോയി എന്ന് പോലീസിന്റെ റിപ്പോർട്ട് മാത്രമല്ല, നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇല അനക്കിയോ ഇഡി? ആ തിരൂർ സതീശനെ ഒരു വരി മൊഴി എടുത്തോ ഇഡി? കെ സോമൻ പറയൂ. അജിംഷാദേ, തിരൂർ സതീശൻ എന്ന് തൊട്ടാണ് ഇത് പറയാൻ തുടങ്ങിയത്? അതെന്തോ ആയിക്കോട്ടെ, അല്ലല്ല, അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഉത്തരവും പറഞ്ഞോളൂ. എന്ന് തൊട്ടാണ് തിരൂർ സതീശൻ ഇത് പറയാൻ തുടങ്ങിയത്? 2021 സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് തിരൂർ സതീശൻ മറുപടി പറയാനും ശബ്ദിക്കാനും തുടങ്ങിയത് എന്ന് തൊട്ടാണ്, എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഈ നാട്ടുകാർക്കറിയാം, ഈ ചർച്ച കേൾക്കുന്നവർക്കറിയാം, തിരൂർ സതീശന്റെ പ്രതികരണങ്ങൾ കേൾക്കുന്നവർക്കും അറിയാം. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം കൈകാര്യം ചെയ്യാൻ രാജ്യത്ത് അധികാരമുള്ള ഏജൻസി കേരള പോലീസ് അല്ല, അത് ED ആണ്. ED കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കേരള പോലീസും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോടതി പരിശോധിക്കട്ടെ. അല്ലല്ല, അവിടെയാണ് കള്ളപ്പണം. അല്ലല്ല, താങ്കൾ അത് തന്നെ അവിടെ തന്നെ പിടിക്കാം. താങ്കൾ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ, അന്തർ സംസ്ഥാന ബന്ധം, ഈ പണത്തിൻ്റെ സ്രോതസ്, ഇതൊക്കെയാണല്ലോ EDയുടെ പരിധിയിൽ വരുന്ന കേസന്വേഷണത്തിൻ്റെ വകുപ്പുകൾ ആണല്ലോ. പക്ഷേ ED കുറ്റപത്രം സമർപ്പിച്ചത് എന്താണ്? 3,56,00,000 രൂപ കവർച്ച ചെയ്തു എന്ന പോലീസ് അന്വേഷിക്കേണ്ട ലാൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ED നൽകിയത്. അതായത് EDയിൽ ചുമതലപ്പെട്ട പോലീസ് കണ്ടെത്തി നൽകിയ അതിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട പണത്തിൻ്റെ സ്രോതസ്, കള്ളപ്പണം ഇടപാട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നുമല്ല ED കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നെയോ ഈ പോലീസ് കണ്ടെത്തേണ്ട, പോലീസിൻ്റെ പരിധിയിൽ വരുന്ന കവർച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചത്. അത് നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ED അന്വേഷിക്കേണ്ടതല്ല, അതല്ലല്ലോ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട്, മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന, പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ലേ ഈ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ തൊടാതെ പോലീസിൻ്റെ ചുരുങ്ങിയ ലോ ആൻഡ് ഓർഡർ മാത്രമായ കവർച്ചാ കേസിൽ മാത്രമാണോ ED ബന്ധപ്പെടേണ്ടത്? താങ്കൾ പറഞ്ഞത് ശരിയാണത്. നിങ്ങൾ എന്തിനാണെന്ന് ഇങ്ങനെയുള്ള ഒരു EDയെ ഇവിടേക്ക് വിളിച്ചു കൊണ്ട് വന്നതാ? എന്തിനാ? നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചതല്ലേ? ശ്രീ കെ സോമൻ, കേരളം ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. കേരള പോലീസിന് ഒരു ക്രൈം കണ്ടെത്തിയാൽ അതിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. അത് അവരുടെ പരിധിക്ക് പുറത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണെങ്കിൽ തെളിവുകൾ സഹിതം അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യലാണ് ഈ രാജ്യത്തിന്റെ പതിവ്. ED എന്തിനാണ് അത്രേ വിളിച്ചു വരുത്തിയതെന്ന് എന്തൊരു ചോദ്യമാണ് കെ സോമൻ. അല്ല അജിത്, നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ ഒരു വാചകം പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരില്ല എന്ന് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങയെ പരിഹസിക്കും. പരിഹസിച്ചോട്ടെ. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ കള്ളപ്പണ ഇടപാട്, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വരെ കീശ ചോർത്തുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട ആൾക്കാർ പരിഹസിക്കുന്നെങ്കിൽ പരിഹസിച്ചോട്ടെ. നിങ്ങൾ പ്രതികളായി വരുമ്പോൾ മാത്രം കള്ളപ്പണത്തിൽ രാജ്യദ്രോഹമില്ല. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ക്ലീൻ ചിറ്റ്. നിങ്ങളുടെ ഏജൻസികളൊക്കെ അതിനനുകൂലമായി നിൽക്കുന്നു. ബാക്കിയുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു വിധത്തിലും ഇടപാട് നടത്തിയില്ലെങ്കിൽ അവിടെ മുഴുവൻ സംശയത്തിൻ്റെ കോലാഹലം സൃഷ്ടിച്ച് ഇളക്കി മറിച്ച് അവിടെ വലിയ രാജ്യദ്രോഹം പറഞ്ഞ് ED ഒരറ്റത്ത്, ED എന്നിട്ട് അൺഒഫീഷ്യലായി മാധ്യമപ്രവർത്തകർക്ക് പല വിധത്തിലുമുള്ള കള്ള മെസ്സേജുകൾ അയക്കുക, തെറ്റായ മെസ്സേജുകൾ അയക്കുക, അതൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന് BJP ഉപയോഗിക്കുക. ഇതൊക്കെ നിങ്ങൾക്കാകാം. പക്ഷേ വസ്തുതാപരമായി കള്ളപ്പണത്തിൻ്റെ ഒരു വിഷയം വരുമ്പോൾ BJP അത് ബന്ധമുണ്ടോ? അതിൽ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ജനങ്ങൾ പരിഹസിക്കുക. ശ്രീ കെ സോമൻ, ഞാൻ തിരിച്ചെത്താ സോമൻ. നമ്മൾ 19 മിനിറ്റായി. 10 സെക്കൻഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. 2021 തൊട്ടൽ ഈ പ്രചരണം നടത്തുകയാണ്. BJP വിരുദ്ധരെല്ലാവരും ചേർന്ന് ഈ പ്രചരണം നടത്തുകയാണ്. പക്ഷെ തൃശ്ശൂരിലെ ജനത
ഈ പ്രചരണത്തെ പരമപുച്ഛത്തോടെ എത്ര കോടി രൂപയാണ് അവിടെ ഇലക്ഷനെ ഇറക്കിയതെന്ന് അറിയാവോ? തല്ലിമായിട്ടുള്ള ജനവിധി എത്ര കോടി രൂപയാണ് അവിടെ കള്ളപ്പണം ഒഴുക്കിയതെന്ന് അറിയാവോ? പോലീസിന്റെ റിപ്പോർട്ട് നോക്ക്, പോലീസിന്റെ റിപ്പോർട്ട് നോക്ക്. തൃശൂർ ജനതയിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പരിഹസിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ കള്ളപ്രചാര വേല നടത്തി BJP-യുടെ വിശ്വാസ്യതയെ തകർക്കാൻ സാധ്യമല്ല. ഈ കള്ളപ്രചരണവും കള്ളപ്പണവും BJP-യുടെ നേതാക്കന്മാരുമായി നിങ്ങൾക്ക് യോജിപ്പിക്കാനും സാധ്യമല്ല. അത് ജനങ്ങൾ വിശ്വസിക്കില്ല.